മട്ടന്നൂർ നഗരസഭയും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാനവം 2024 സാംസ്കാരിക ഉത്സവം 24 മുതൽ 28 വരെ മട്ടന്നൂരിൽ നടക്കും. കെ ശൈലജ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മട്ടന്നൂരിൽ അറിയിച്ചു. മാനവം 2024 സാംസ്കാരിക ഉത്സവത്തിന്റെ ഭാഗമായി മട്ടന്നൂരിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. 24-ന് രാവിലെ 9 മണി മുതൽ മട്ടന്നൂർ ഗവൺമെന്റ് യു.പി. സ്കൂളിൽ അങ്കണവാടി കലോത്സവം നടക്കും. തുടർന്ന് വിവിധ ദിവസങ്ങളിലായി കുടുംബശ്രീ കലോത്സവം, കഥ, കവിത, ശില്പശാല, സാഹിത്യോത്സവം, ഹരിതകർമ്മ സേനാംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഹരിതായനം, സംഗീതശില്പം, നാടകം, ബാലസഭ, ഭിന്നശേഷി കലാമേള, മുൻ ജനപ്രതിനിധികളുടെ സംഗമം, കലാപരിപാടികൾ, നൃത്തസന്ധ്യ, ഇശൽ നൈറ്റ്, വയോജനോത്സവം എന്നിവയും അരങ്ങേറും. കെ ശൈലജ എം.എൽ.എ. സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യും. മാനവം 2.0 എന്ന പേരിൽ ഹാപ്പിനെസ് ഫെസ്റ്റ് ഈ വരുന്ന 24-ാം തീയതി മുതൽ സംഘടിപ്പിക്കുകയാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിപാടിക്കാണ് ഇത്തവണ നേതൃത്വം കൊടുക്കുന്നത്. നമ്മൾ കൊഞ്ചൽ എന്ന പേരിലാണ് അങ്കണവാടി കലോത്സവം 24-ാം തീയതി ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷവും കൊഞ്ചൽ എന്ന പേരിൽ തന്നെയാണ് അങ്കണവാടി കുട്ടികളുടെ കലോത്സവം നടത്തിയത്. ഏതാണ്ട് 525 കുട്ടികളാണ് അങ്കണവാടികളിൽ എത്തുന്നത്. ആ മുഴുവൻ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കലാപരിപാടികളാണ് 24-ാം തീയതി രാവിലെ മട്ടന്നൂർ ഗവൺമെൻറ് യു.പി. സ്കൂളിൽ ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട എം.എൽ.എ. ശ്രീമതി ശൈലജ ടീച്ചറാണ് ഈ കൊഞ്ചൽ 2024 ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ദിവസം വൈകുന്നേരം വരെ അവിടെ പരിപാടി നടക്കും. അവിടെ എത്തിച്ചേരുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. 25-ാം തീയതി കുടുംബശ്രീയുടെ അരങ്ങ് കലോത്സവമാണ്. നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിൽ അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയായി കുടുംബശ്രീ മാറിയിട്ടുണ്ട്. സർവതല സ്പർശിയായിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സർഗവാസനകൾക്ക് പ്രത്യേക വേദി ഒരുക്കണം എന്നുള്ളത് നഗരസഭ ആലോചിക്കുകയാണ്. കൂടാതെ ഫുഡ് കോർട്ട്, മറ്റ് വിപണന സ്റ്റാളുകളും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ മട്ടന്നൂരിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.